എല്ലാവർക്കും ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഒരു പുതിയ കോഴ്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് ചിലർ കേട്ടിട്ടുണ്ടാവത്തില്ല. നമ്മൾ സംസാരിക്കുന്നത് ഫുഡ് ടെക്നോളജിയെ പറ്റിയാണ്. അതായത് പലർക്കും സംശയമുണ്ട്, എന്താണ് ഈ സംഭവം, ടെക്നോളജി ആണോ ഫുഡാണോ, ഇങ്ങനെ പലർക്കും സംശയമുണ്ട്. ബട്ട് ഇതൊരു അടിപൊളി കോഴ്സാണ്. ഇനി മുമ്പോട്ട് ഇത് വളരെ വലിയ രീതിയിൽ അപ്കമിങ് ആയ കോഴ്സസ് ആണ്. വീഡിയോ ചാനൽ നോക്കുവാണെങ്കിൽ തന്നെ ഞാൻ സാധാരണ എല്ലാം ഇമ്പോർട്ടൻ്റ് ആയ കോഴ്സിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അങ്ങനെയാണ് ഫുഡ് ടെക്നോളജിയെ പറ്റി പറയുന്നത്. കുറേ പിള്ളേർ ഇതിനെപ്പറ്റി ചോദിച്ചു. സോ ഐ തോട്ട് എന്തുകൊണ്ടൊരു വീഡിയോ ചെയ്തുകൂടാ. അതുകൊണ്ട് ഫുഡ് ടെക്നോളജി കൂടുതലും മാസ്റ്റേഴ്സിന് വേണ്ടിയുള്ള പിള്ളേർക്കാണ് നമ്മൾ ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് വീഡിയോ. ഓക്കെ, ഫുഡ് ടെക്നോളജിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. എന്താണ് ഈ കോഴ്സ്, എവിടെ പഠിക്കാൻ പറ്റും, എങ്ങനെ പഠിക്കാൻ പറ്റും, എത്ര മാർക്ക് വേണം, ഇതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ബട്ട് അതിന് മുമ്പേ എന്താണ് ഫുഡ് ടെക്നോളജി എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. വളരെ സിമ്പിൾ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ ഫ്രോസണായ ഐറ്റംസ് ഉണ്ട്, അല്ലെങ്കിൽ പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ പാക്ഡായ ഈ ഫ്രോസണായ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അറിയാം. ഇപ്പോൾ അല്ലെങ്കിൽ നൂഡിൽസ്, ഈ പാക്ഡ് മാഗി നൂഡിൽസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ബട്ട് ഇത് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇത് എത്ര ഷെൽഫ് ലൈഫ് വേണം, ഇതിന് എത്ര എക്സ്പയറി വേണം, ഇതിൻ്റെ പാക്കേജിങ് കപ്പാസിറ്റി, ഇങ്ങനെയൊക്കെ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കാർ ഈ ഫുഡ് ടെക്നോളജിസ്റ്റ് എന്ന് പറയും ഇവരെ. ഓക്കെ, ഇത് റിസർച്ച് ചെയ്ത് ഇതിനെ പുതിയ കാര്യങ്ങൾ, പുതിയ ടെക്നോളജി കൊണ്ടുവരിക എന്നുള്ള. ഇപ്പം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫുഡ് പാക്കറ്റ്, എക്സാമ്പിൾ ഒരു മിൽക്ക് എന്ന് പറയുന്നത് 3 days ഉണ്ടാകത്തുള്ളൂ. ഇപ്പം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് കൂടി. ബിക്കോസ് വൈ, അതിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ദ പാക്കേജിങ് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെ റിസർച്ച് ചെയ്ത് വിച്ച് ഇസ് എഡിബിൾ എന്നുള്ള രീതിയിൽ അങ്ങനെ റിസർച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇവർ ഫുഡ് ടെക്നോളജിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇത് മാസ്റ്റേഴ്സ് ഡിഗ്രിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ മാസ്റ്റേഴ്സിലോട്ട് പോകാൻ താല്പര്യമുള്ള പിള്ളേർ, വാട്ട് ഈസ് യുവർ പ്രീവിയസ് ക്വാളിഫിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ ദ തിങ് ഈസ്, ഇതാണ് സിമ്പിൾ ഡെഫിനേഷൻ. നിങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, നൗ ഇതിനകത്ത് ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡ്, ഏത് ഫീൽഡ്, അതായത് ഫുഡ് ടെക്നോളജി റിലേറ്റഡ് ആയ കോഴ്സസ് ആയിരിക്കും പഠിക്കേണ്ടത്. ഒന്ന്, നമുക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിച്ചിരിക്കേണ്ടത് ബയോടെക്നോളജി, ഓക്കെ, ഫുഡ് സയൻസ്, ദെൻ യു ക്യാൻ ഫോക്കസ് ഇൻ ടു മൈക്രോബയോളജി. ഇങ്ങനെയുള്ള കോഴ്സ് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ കോഴ്സസ് ഒക്കെ നിങ്ങൾക്ക് പഠിച്ചാൽ ഈ മാസ്റ്റേഴ്സ് ഓഫ് ഫുഡ് ടെക്നോളജി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ നല്ല സ്കോപ്പുള്ളൊരു കോഴ്സാണ്. അപ്പം ഈ കോഴ്സിന് പല ബെനിഫിറ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്ലോബൽ ഡിമാൻഡ്, അതിപ്പോൾ ഓസ്ട്രേലിയ, UK, ന്യൂസിലൻഡ് മാത്രമല്ല, എല്ലായിടത്തും ഇത് നല്ല ഡിമാൻഡുള്ള കോഴ്സാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് ഓപ്പർച്യൂണിറ്റീസ് നല്ല രീതിയിലാണ് ഇതിൻ്റെ ഒരു പേ പാക്കേജസ് പല കൺട്രിക്കും പല വ്യത്യാസങ്ങളുണ്ട്. അതിനെപ്പറ്റി മുമ്പോട്ട് സംസാരിക്കാം. പിന്നെ PR പാർട്ട്, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് ഈ കോഴ്സ് പഠിച്ച് നമുക്ക് നല്ല ജോലി കിട്ടുക, PR കിട്ടുക, ഇതൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുക. ബട്ട് ഈ കോഴ്സ് ഇങ്ങനെയുള്ളൊരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ചിന്തിക്കാൻ പറ്റും. അതുകൊണ്ട് നല്ല ബെനിഫിറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ജോബ് ഇൻഡസ്ട്രിയാണ് ഈ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നൗ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി. നൗ ഇത് പഠിച്ചാൽ നമുക്ക് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ജോലിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അതായത് ഓസ്ട്രേലിയ, UK, ന്യൂസിലൻഡ് നോക്കുവാണെങ്കിൽ എന്ത് ജോലി ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് തിങ് ഈസ് ഫുഡ് ടെക്നോളജിസ്റ്റ് എന്നുള്ള അതാണ് കൂടുതൽ നമുക്ക് ജോലിക്കുള്ള ഓപ്ഷൻസ് ഉള്ളത്. പിന്നെ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ, R&D സ്പെഷ്യലിസ്റ്റ്, ഫുഡ് സേഫ്റ്റി ഓഡിറ്റർ, ന്യൂട്രീഷൻ പ്രൊഡക്റ്റ് മാനേജർ, പാക്കേജിംഗ് ടെക്നോളജിസ്റ്റ്, റെഗുലേറ്ററി അഫെയർസ് സ്പെഷ്യലിസ്റ്റ്. ഇതൊക്കെ എന്ന് പറയുന്നത് ടോപ്പ് നോച്ചായ നല്ല പൊസിഷൻസാണ്. പല കമ്പനീസിലും ഇങ്ങനത്തെ ഓപ്പണിങ്സ് ഉണ്ട്. നിങ്ങൾ ചുമ്മാ ഓസ്ട്രേലിയയിലൊക്കെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ, ഇൻഡീഡിലൊക്കെ ചുമ്മാ ഈ പൊസിഷൻ അടിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കുറേ നല്ല ഓപ്ഷൻസ് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, നല്ല ഹൈലി പെയ്ഡ് ജോലീസാണ്. നമ്മളൊരു ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് മിനിമം ഒരു 30 lakhs സ്റ്റാർട്ടിങ്. 30 lakhs വളരെ സ്റ്റാർട്ടിംഗ് ആണ്. അത് ഞാൻ വളരെ കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ 30 lakhs എന്ന അബോവിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശമ്പളം എടുക്കാൻ പറ്റും. അതുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ ഇതിൽ തന്നെ ജോലിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നോക്കുക. ഓക്കെ, അടുത്തത് കുറച്ച് കമ്പനീസിന് ലിസ്റ്റ് ഞാൻ കാണിച്ചു തരാം, ഏത് കമ്പനീസാണ് ജോലി തരുന്നതെന്ന്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും. നെസ്ലെ, യൂണിലിവർ, ഫോൺട്ര, Mondelez, Danone, CSIRO, Australia. It's a very big company.
പെപ്സിക്കോ നിങ്ങൾക്ക് അറിയുന്ന പെപ്സിയുടെ മാനുഫാക്ചറിങ് ആണ്, ഗവൺമെൻറ് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ്സ്. അപ്പം ഈ ബേസ് ഉള്ള കമ്പനീസ്, ഇത് ഞാൻ കുറച്ച് പിക്കപ്പ് ചെയ്ത് പറഞ്ഞതാണ്, ബട്ട് ഇപ്പോൾ ഈ സ്ക്രീൻ കാണുന്നതിൻ്റെ നിങ്ങൾക്ക് ഇതിലെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് എവ്രിവെയർ, എല്ലായിടത്തും ഈ കമ്പനീസ് ഉണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ US ആയാലുണ്ട്, ജർമ്മനി, ഓസ്ട്രേലിയ, UK, ഇത് എല്ലായിടത്തും ഈ കമ്പനീസ് നിങ്ങൾക്ക് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ കോഴ്സിൻ്റെ ഒരു ബെനിഫിറ്റ്. അത് നമുക്കിതിൻ്റെ സാലറി സംഭവം നോക്കാം. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, അതായത് നമുക്കൊരു സ്റ്റാർട്ടിങ് 30 lakhs ആണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ശമ്പളം വരിക. ഇപ്പോൾ സ്ക്രീനിൽ കാണാം, UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് 3 ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൺവേർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഏറ്റവും കുറഞ്ഞതാണ് 30 പറഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഓർത്തോ, നിങ്ങൾക്ക് മിനിമം 30 കിട്ടും, ബട്ട് അതിൽ കൂടുതൽ കിട്ടും, മിനിമം 30 കിട്ടും, വിച്ച് ഇസ് ഗുഡ് ടു സ്റ്റാർട്ട് വിത്ത്. പിന്നെ മുമ്പോട്ട് നിങ്ങൾ കയറുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇത് കൂടാൻ പറ്റും. സോ ഇറ്റ് ഈസ്, ഞാൻ ഫൈനലി വീണ്ടും ഞാൻ ഇന്ന് പറയുകയാണ്, ഇറ്റ്സ് എ വെരി നൈസ് കോഴ്സ്. ധൈര്യമായിട്ട് നിങ്ങൾ കോഴ്സ് എടുത്തോളൂ. ഗൈഡ് ടു ഹൈറ്റ്സ് ഇസ് ദെയർ ടു ഹെൽപ്പ് യു വിത്ത് യുവർ എൻറ്റയർ പ്രോസസ് ഫോർ അഡ്മിഷൻസ്. നിങ്ങളുടെ ഫസ്റ്റ് അഡ്മിഷൻ മുതൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്ലേസ്മെൻറ്റ് വരെയാണ് നമ്മളിത് വർക്കൗട്ട് ചെയ്യുക. അടുത്തത് കോഴ്സ് ഡ്യൂറേഷൻ ആണ്. അപ്പോൾ നമുക്ക് ബേസിക്കായ കാര്യം നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായി, അതായത് എന്താണ് ഈ കോഴ്സ്. നമുക്കിനി ഈ കോഴ്സ് പഠിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം. ആദ്യമേ നമുക്ക് ഈ കോഴ്സ് ഡ്യൂറേഷൻ 1 ഇയറിൻ്റെ കോഴ്സ് ഉണ്ട്, 2 ഇയേഴ്സിൻ്റെ ഉണ്ട്. 2 ഇയേഴ്സാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. ബട്ട് 1 ഇയർ കൊണ്ട് നിങ്ങൾക്ക് എല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റിക്ക് ടു 1 or 1.5 ഇയേഴ്സ്. ന്യൂസിലൻഡൊക്കെ നോക്കുവാണെങ്കിൽ 1.5 ഇയേഴ്സ് എടുത്താലും മതി, ഇറ്റ് ഷുഡ് ബി ഓക്കെ. ഓസ്ട്രേലിയ 2 ഇയേഴ്സ് എടുത്താലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ. ഈവൻ UK ഓൾസോ യു ക്യാൻ ഫോക്കസ് ഇൻ ടു 1 ഇയർ പ്രോഗ്രാം. ബട്ട് നിങ്ങൾ മെയിൻലി നോക്കേണ്ടത് നിങ്ങൾ സബ്ജക്ട്സ് പഠിക്കുന്നത് മാർക്കറ്റിൽ വേണ്ട ടൈപ്പ് സബ്ജക്ട്സ് ആണോ എന്ന് നോക്കുക. അതുകൊണ്ട് 1 ഇയർ പഠിച്ച് നിർത്തണമെന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ആ സബ്ജക്ട്സ് വളരെ ക്ലിയർ ആയിട്ട് നോക്കുക. അപ്പം ഇതാണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷനെ പറ്റി പറയാം. ഈ സ്ക്രീനിൽ അതിനെ കാണാൻ പറ്റും. നൗ ദി അതർ പാർട്ട് ഇസ്, ഇതിൽ എന്താണ് നിങ്ങളുടെ പ്രീ റിക്വസിറ്റ് സബ്ജക്ട്സ്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, യു നീഡ് സംതിങ് റിലേറ്റഡ് ടു കെമിസ്ട്രി, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. അപ്പോൾ ബയോടെക്നോളജി, ബാച്ചിലേഴ്സ് ഓഫ് ബയോടെക്നോളജി പഠിച്ച പിള്ളേർ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഓഫ് ഫുഡ് സയൻസ്, അഗ്രികൾച്ചർ പഠിച്ച പിള്ളേർ, അല്ലെങ്കിൽ മൈക്രോബയോളജി പഠിച്ച പിള്ളേർ, ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് ധൈര്യമായിട്ട് ചെയ്യാം. ഈ സ്ക്രീനിൽ വീണ്ടും കാണാം, അതായത് എന്തൊക്കെയാണ് ഈ കോഴ്സസിൻ്റെ, ഏതൊക്കെ കോഴ്സസ് പഠിച്ചാലാണ് നിങ്ങൾക്ക് ഫുഡ് ടെക്നോളജീസ് ആവാൻ പറ്റുക. ഓക്കെ, ഇതിനകത്ത് മെയിൻലി വേണ്ടത് ഒരു 60% മാർക്കാണ്. ഓക്കെ, മിനിമം 60%. ബാക്ക് പേപ്പേഴ്സ് കുറേ പാടില്ല. ഒരു 10 ബാക്ക് പേപ്പേഴ്സ് വരെ ഓക്കെയാണ്. ബട്ട് സം യൂണിവേഴ്സിറ്റീസ് അത് സമ്മതിക്കത്തില്ല. ബട്ട് 10 ഷുഡ് ബി ഓക്കെ, ബട്ട് നോട്ട് മോർ ദാൻ 10. ഓക്കെ, അത് യു ഹാവ് ടു കംപ്ലീറ്റ് ദ കോഴ്സ്. ഓക്കെ, അതാണ് അക്കാഡമിക്സ് വേണ്ടത്. നൗ കമ്മിങ് ടു ദി IELTS ആൻഡ് PTE സൈഡ്. അതായത് UK IELTS മാത്രമേ ഉള്ളൂ. ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലാൻഡ് PT ആൻഡ് IELTS ഇസ് ഫൈൻ. നിങ്ങൾക്ക് മിനിമം 6 ഈച്ച് വേണം. എല്ലാ സെക്ഷനും 6 ഈച്ച്, ഓവറോൾ 6.5. UK വിത്തൗട്ട് IELTS നമുക്ക് നോക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ പ്രീവിയസ് കോഴ്സ്. ഓക്കെ, കണ്ടീഷൻസ് അപ്ലൈ. അതുകൊണ്ട് ബട്ട് മിനിമം എൻ്റെ പ്യുവർ റെക്കമെൻഡേഷൻ IELTS എഴുതുക, ഒരു 6 എടുക്കാൻ നോക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇതാണ് ബേസിക്കായി വേണ്ട കാര്യം. കുറേ സംഭവങ്ങളൊന്നും വേണ്ടത്, അത് വളരെ സിമ്പിളാണ്. ഞാൻ അടുത്ത മെയിൻ സംഭവം സ്കോളർഷിപ്പാണ്. സ്കോളർഷിപ്സ്, പല രീതിയിലുള്ള സ്കോളർഷിപ്സ് ഉണ്ട്. ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ച് സ്കോളർഷിപ്സ് കാണാൻ പറ്റും. അതായത് ഓസ്ട്രേലിയ അവാർഡ്സ്, ഡീക്കൻ വൈസ് ചാൻസലർ സ്കോളർഷിപ്സ് ഉണ്ട്, മൊണാഷ് ഇൻ്റർനാഷണൽ സ്കോളർഷിപ്പ്, കോമൺവെൽത്ത്, ഗ്രേറ്റ് സ്കോളർഷിപ്സ്, മനാക്കി, അത് ന്യൂസിലൻഡ് സ്കോളർഷിപ്സ് ആണ്. ഈ സ്കോളർഷിപ്സ് ഒക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാൻ പറ്റും. ബട്ട് നൗ റീസെൻ്റ്ലി കുറച്ച് ഡീക്കൻ യൂണിവേഴ്സിറ്റി പോലെ പല യൂണിവേഴ്സിറ്റീസും നല്ല 50, 60, 100% സ്കോളർഷിപ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് ഓൺ യുവർ അക്കാഡമിക്. സാധാരണ എല്ലാ യൂണിവേഴ്സിറ്റി 20 to 30% സ്കോളർഷിപ്സ് ഒക്കെ തരും. ബട്ട് അത് 100% കിട്ടണമെന്നില്ല. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ വിളിക്കുക. വി വിൽ ഹെൽപ്പ് യു ഔട്ട് വിത്ത് ദി എൻറ്റയർ സ്കോളർഷിപ്പ് പ്രോസസ്. അതാണ് വി വിൽ മേക്ക് ഷുവർ യു വിൽ ഗെറ്റ് എ ഗുഡ് സ്കോളർഷിപ്സ്. ഓക്കെ, ബട്ട് നോർമലി 20 to 30% ഓഫ് സ്കോളർഷിപ്സ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ബട്ട് ഇഫ് നിങ്ങളുടെ ബാച്ചിലേഴ്സിലൊക്കെ നല്ല മാർക്കുണ്ട്, 90 above മാർക്കുണ്ട്, IELTS നല്ല സ്കോർ ഉണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ഫോർ മോർ ദാൻ 50% സ്കോളർഷിപ്സ്. സോ അതാണ് സ്കോളർഷിപ്സിനെ പറ്റി മെയിൻലി എനിക്ക് പറയാനുള്ളത്. അടുത്തത് ഇതിൻ്റെ ട്യൂഷൻ ഫീസാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, അതായത് 1 ഇയറിൻ്റെ ഉണ്ട്, 2 ഇയർ കോഴ്സും ഉണ്ട്. നൗ ആവറേജ് ട്യൂഷൻ ഫീസ് പെർ ഇയർ ഒരു 17 ലക്ഷം രൂപ ആയിരിക്കും. ന്യൂസിലൻഡൊക്കെ 1 ഇയർ 1.5 ആയതുകൊണ്ട് ചിലപ്പോൾ 21, 22 ആയിരിക്കും.
എൻ്റെ റെക്കമെൻഡേഷൻ വെച്ച് നിങ്ങൾ 1 അല്ലെങ്കിൽ 1.5 ഇയറിൻ്റെ കോഴ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നോക്കുക. ബിക്കോസ് ദേ വിൽ ഹാവ് വെരി വെരി സ്ട്രോങ് റിസോഴ്സസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ 17 ലക്ഷത്തിൻ്റെ യൂണിവേഴ്സിറ്റി മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ട്രൈ to study in a good university because you will try to get placement ആയിട്ട് എളുപ്പമാണ്. നല്ല പ്രൊഫസേഴ്സിനെ പരിചയപ്പെടാം, നെറ്റ്വർക്കിംഗ് നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല കാര്യങ്ങൾ നല്ല യൂണിവേഴ്സിറ്റീസ് പഠിച്ചാലുണ്ട്. ബട്ട് ആവറേജ് ആയിട്ട് ഒരു 17 lakhs ആൻഡ് അബവ്. UK ഈസ് അഗെയിൻ ഫ്രം 14-15 lakhs ആൻഡ് ഇത് സ്കോളർഷിപ്പ് ഇല്ലാത്ത എമൗണ്ട് ആണ്. ദെൻ സ്കോളർഷിപ്സ് വിൽ ആഡ് അപ്പ് പിന്നെ അതിൻ്റെ കൂടെ. ഓക്കെ, അതാണ് ഫീസിനെ പറ്റി പറയാനുള്ളത്. അടുത്തത് മെയിൻ PR ആണ്. ഓക്കെ, അതായത് ഇത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടി, എനിക്ക് PR കിട്ടുമോ? അതായത് നിങ്ങൾ ഓർക്കേണ്ട ഒറ്റ ഒരു കാര്യമുള്ളൂ, പഠിത്തം കഴിഞ്ഞിട്ട് നിങ്ങൾ ഏത് രാജ്യത്താണെന്ന് പറഞ്ഞാലും ഏത് കൺട്രിയിലും ഏത് കോഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് മിനിമം 1 വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഈ കാലത്ത് ഇനി മുമ്പോട്ടില്ലെങ്കിൽ PR കിട്ടാൻ പ്രയാസമാണ്. യു ആർ എലിജിബിൾ ഫോർ എ PR, ബട്ട് അത് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മിനിമം അല്ലെങ്കിൽ മോർ ദൻ 1 ഇയർ എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്റ്റേ ബാക്കിൻ്റെ സമയത്ത് എടുക്കാൻ നോക്കുക. ഓക്കെ, സോ PR ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അതുകൊണ്ട് പഠിക്കുമ്പോൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ട്യൂഷൻ ഫീസ് കുറച്ച് നല്ല യൂണിവേഴ്സിറ്റി പഠിക്കുവാണെങ്കിൽ യു ക്യാൻ മീറ്റ് ഗുഡ് ഓർ നെറ്റ്വർക്ക് വിത്ത് ഗുഡ് എമൗണ്ട് ഓഫ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ റിസോഴ്സസ്. അപ്പോൾ നിങ്ങൾക്ക് ജോലിയിലും അതിനൊരു സഹായമായിട്ട് വരും. സോ അതാണ് PR പറ്റി. യു ആർ എലിജിബിൾ ഫോർ എ PR ഫോർ ഓസ്ട്രേലിയ ആൻഡ് ന്യൂസിലൻഡ്. ബട്ട് ഫോർ UK നേരത്തെ വീണ്ടും ഞാൻ പറയുവാണ്, കുറച്ച് ജോലി അത്ര എളുപ്പമല്ല. ബട്ട് ജോലി ഒരു കമ്പനി നിങ്ങൾ സ്പോൺസർ ചെയ്യണം. ആ സ്പോൺസർ നിങ്ങൾ 5 years സ്പോൺസർ ചെയ്താൽ യു ആർ എലിജിബിൾ ഫോർ എ PR. ബട്ട് ഇവരെ സ്പോൺസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട സ്കിൽ എന്ന് പറയുന്നത് യു ഷുഡ് ബി എ ഫുഡ് ടെക്നോളജിസ്റ്റ്. യു ഷുഡ് ബി വെരി മോട്ടിവേറ്റഡ് ടു ബി എ ഫുഡ് ടെക്നോളജിസ്റ്റ്. നിങ്ങൾ അതിൽ ജോലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ജോലി അല്ലെങ്കിൽ മുമ്പോട്ട് ഒരു PR അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് കിട്ടത്തുള്ളൂ. സോ അതാണ് PR പറ്റി പറയാനുള്ളത്. ഓക്കെ, അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ആണ്. നൗ ഈ സ്ക്രീനിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഓസ്ട്രേലിയൻ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്, UK ആൻഡ് ന്യൂസിലൻഡ് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ എല്ലാം യൂണിവേഴ്സിറ്റിക്കും അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്. ഞാൻ എൻ്റെ ഒരു കൂടുതൽ നമ്മൾ പോകുന്ന പിള്ളേർ, ഐ പ്രിഫർ ദം ടു ഗോ ത്രൂ ദിസ് ആൻഡ് യു ഓൾസോ ക്യാൻ റീഡ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ പോവുക, ആ കോഴ്സിനെ പറ്റി ഒന്ന് വായിച്ചു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. സോ try visiting the website, course website and read our subjects വായിച്ചു നോക്കുക. നോട്ട് ഓൺലി ഫീസ് ഓർ സ്കോളർഷിപ്സ് മാത്രമല്ല, അവരെന്താണ് അതിൽ പഠിപ്പിക്കുന്നതെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഓക്കെ, നൗ ലാസ്റ്റായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഐ വുഡ് 100% റെക്കമെൻഡ് യു ടു ഡു സം സർട്ടിഫിക്കേഷൻസ്. അതായത് ഈ പഠിത്തമല്ലാതെ തന്നെ കുറച്ച് സർട്ടിഫിക്കേഷൻസ് ചെയ്യാൻ ഞാൻ ഉറപ്പായിട്ടും പറയും. നൗ ഈ സ്ക്രീനിൽ വീണ്ടും ഞാൻ കുറച്ച് സർട്ടിഫിക്കേഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് HACCP, ISOയുടെ സർട്ടിഫിക്കേഷൻ, ഫുഡ് സേഫ്റ്റി സർട്ടിഫിക്കേഷൻ, FSSC, FSANZ കംപ്ലയൻസും, SQF പ്രാക്ടീഷണർ. അതായത് പല കൺട്രിക്കും പല രീതിയിലുള്ള ഇതാണ്, അത് സർട്ടിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒന്നും അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. പഠിക്കുന്നത് എവിടെയാണോ അവിടെ നിൽക്കുന്ന സമയത്ത് എന്താണ് എക്സ്ട്രാ ഒരു സർട്ടിഫിക്കേഷൻ ചെയ്യാൻ പറ്റുക. ബിക്കോസ് ഈ കോഴ്സസിൽ സർട്ടിഫിക്കേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ മുമ്പോട്ട് പോകാൻ പ്രയാസമാണ്. ഓക്കെ, ഇത് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ തരണമെന്നില്ല. യു വുഡ് ഹാവ് ടു റൈറ്റ് ഇറ്റ് സെപ്പറേറ്റ്ലി. സോ ഇത്രേ ഉള്ളൂ ഫുഡ് ടെക്നോളജിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ കോഴ്സ് എടുക്കാം. ഐ ആം ദെയർ ടു ഹെൽപ്പ് യു ഫ്രം ദ ബിഗിനിങ് ടിൽ യു ഗെറ്റ് എ ജോബ്. I will guide you to get a job. I will guide you to get your PR. You can trust me on this because ഞാൻ ഈ ഫീൽഡിൽ പിള്ളേരെ കണ്ട്, അതായത് they get very good salaries. അതായത് more than $1 lakh റുപ്പീസ് അല്ല, 1 lakh $1 ലക്ഷം വരെ ശമ്പളം കിട്ടുന്ന പിള്ളേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ്. ധൈര്യമായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ നിങ്ങൾ വിളിക്കുക and we will get it done for you. So thank you so much for listening to this video. I'll see you for the next one. Thank you.